നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കൊച്ചി പെരുമ്പാവൂരിൽ അതിക്രൂര കൊലപാതകവും ആത്മഹത്യയും. ഭാര്യയും ഭർത്താവിനെയും മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുകയാണ്. ചന്ദ്രൻ അംബിക ദമ്പതികളാണ് മരിച്ച നിലയിൽ ഇവരെ കണ്ടെത്തിയിരിക്കുന്നു. അംബികയെ കൊലപ്പെടുത്തിയ ശേഷം ചന്ദ്രൻ തൂങ്ങി മരിച്ചുവെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. വീടിന് പുറത്തെ മരത്തിൽ തൂങ്ങിയ നിലയിലാണ് ചന്ദ്രന്റെ മൃതദേഹം കണ്ടെത്തിയത്. ഇന്ന് പുലർച്ചെയോടെയാണ് ഇവരുടെ മൃതദേഹം കണ്ടെത്തിയത്. ഈ കൊലപാതകത്തിനും ആത്മഹത്യക്കും തൊട്ടു മുന്നേ വീട്ടിൽ വലിയ രീതിയിലുള്ള വഴക്കുണ്ടായി, ആക്രമണമുണ്ടായി. ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ മകനെ കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. കുടുംബ പ്രശ്നമാണ് ഒരു കൊലപാതകത്തിലേക്കും പിന്നീട് ആത്മഹത്യയിലേക്കും ആക്രമണത്തിലേക്കും ഒക്കെ നയിച്ചതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്ഥിര മദ്യപാനിയാണ് ചന്ദ്രൻ. വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ടായിരുന്നു മദ്യം കുടിച്ചെത്തിയാൽ. സമാനമായ രീതിയിൽ ഇന്ന് പുലർച്ചെയും ചന്ദ്രൻ അംബികയുമായി വഴക്കുണ്ടായി. പ്രകോപനത്തിൽ സമീപത്തുണ്ടായിരുന്ന വാക്കത്തി കൊണ്ട് അംബികയെ അതിക്രൂരമായി കൊലപ്പെടുത്തുകയായിരുന്നു. അതിനുശേഷം മകനെ ആക്രമിച്ചു. ഈ ഒരു കൊലപാതകത്തിന് ശേഷമാണ് ഇയാൾ ആത്മഹത്യ ചെയ്തതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും അതിക്രൂരമായ കൊലപാതകം, ആത്മഹത്യ, ആക്രമണം, മദ്യപാനം വില്ലനായിരിക്കുകയാണ്. മദ്യപിച്ച് ഒരുപാട് ഗൃഹസ്ഥന്മാർ മദ്യപിച്ച് വീട്ടിലെത്തി വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കി അത് കൊലപാതകത്തിലേക്ക് നയിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ കേരളത്തിൽ ഉണ്ടാകുന്നുണ്ട്. അത്തരത്തിലൊരു സംഭവമായി ഇത് മാറിയിരിക്കുകയാണ്. മദ്യപാനം എന്ന സാമൂഹ്യ വിപത്ത് എത്രത്തോളം ദോഷമാണ് എന്നതിന് ഒരു ഉദാഹരണം കൂടിയായി സംഭവം മാറിയിരിക്കുകയാണ്. ആളൊഴിഞ്ഞ പറമ്പിലാണ് ചന്ദ്രനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇരുവരെയും, മകനെയും ഭാര്യയും ഒക്കെ ആക്രമിച്ച ശേഷം അതിന്റെ കുറ്റബോധത്തിലായിരിക്കാം ഇയാൾ ആത്മഹത്യ ചെയ്തത്. എന്തായാലും ആളൊഴിഞ്ഞ പറമ്പിലെത്തിയാണ് ഇയാൾ ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. മകൻ സനലിനാണ് വെട്ടേറ്റത്. ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. വെട്ടുകത്തി പോലുള്ള മാരകായുധം ഉപയോഗിച്ചാണ് സ്വന്തം ഭാര്യയെ ഇയാൾ അതിക്രൂരമായി കൊലപ്പെടുത്തിയിരിക്കുന്നത്. ഇവരുടെ ശരീരത്തിൽ നിരവധി തവണയാണ് വെട്ടേറ്റിരിക്കുന്നത്. എന്തായാലും കുടുംബ പ്രശ്നം, വഴക്ക്, അത് വലിയൊരു കൊലപാതകത്തിലേക്ക് നയിക്കപ്പെട്ടു. നമുക്ക് തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലേക്ക് കൂടി പോകാം. അവിടെ നിന്നും പുറത്തു വരുന്നൊരു വിവരം, അമ്മയെയും മക്കളെയും ഷോക്കടിപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമം. വൈദ്യുത മീറ്ററിൽ നിന്ന് വീടിന്റെ മുൻഭാഗത്തെ വാതിലിന്റെ ഹാൻഡിലിൽ വയർ ഘടിപ്പിച്ച് ഷോക്കേൽപ്പിക്കാനുള്ള ശ്രമമാണ് നടത്തിയത്. മാരായമുട്ടം മഞ്ചുവിളാകത്ത് രമ്യയുടെ വീട്ടിലാണ് സംഭവം. അമ്മയും 2 മക്കൾ മാത്രമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. രാവിലെ രമ്യയുടെ മകൻ അലൻ വാതിൽ തുറന്നപ്പോൾ വൈദ്യുതാഘാതമേറ്റ് തെറിച്ചു വീഴുകയായിരുന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് വൈദ്യുത മീറ്ററിൽ നിന്ന് വയർ വാതിലിന്റെ പിടിയിൽ ചുറ്റിയിരിക്കുന്നത് കണ്ടെത്തിയത്. ഉടനെ തന്നെ വീടിന്റെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചു. ഷോക്കേറ്റ് വീണ 13-കാരനായ അലനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മാരായമുട്ടം പോലീസ് അന്വേഷണം തുടങ്ങി. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.